ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അക്ഷയ പാത്രത്തിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അക്ഷയ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അക്ഷയ പാത്രം ഈ ഒരു മാസം, അതായത് ഈ ഏപ്രിൽ മാസത്തിൽ വരുന്ന മേടമാസത്തിൽ അക്ഷയ തൃതീയ വരുന്ന ഈ ഒരു മേടമാസത്തിൽ ഈ ഒരു അക്ഷയ പാത്രം വീട്ടിൽ വെക്കാൻ ഏറ്റവും നല്ല ദിവസമാണ്. അതായത് മേടം 1-ാം തീയതി, വിഷുവിൻ്റെ അന്ന്. അക്ഷയപാത്രം വീട്ടിൽ വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് ധനസമൃദ്ധിയാണ് അവിടെ ഫലമായിട്ടുണ്ടാവുന്നത്. ലക്ഷ്മി നാരായണന്മാരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിച്ച്, അതായത് ആ പ്രപഞ്ച ശക്തി നമ്മുടെ വീട്ടിലോട്ട് ആകർഷിച്ച് വീട് മുഴുവൻ വ്യാപിച്ച് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വളരെ അത്ഭുതകരമായി ആ രണ്ട് ശക്തിയും കുടികൊള്ളും ഈ ഒരു അക്ഷയപാത്രം നമ്മൾ വീട്ടിൽ വെക്കുന്നത് വഴി. അക്ഷയ പാത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്ഷയമില്ലാത്തത്, നശ്വരമായത്. അക്ഷയപാത്രത്തിൽ എന്തിട്ടാലും അത് പെരുകിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ ഈ ഒരു അക്ഷയപാത്രം നമ്മുടെ വീട്ടിൽ വെച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ധനവരവ്, പോസിറ്റീവ് വൈബ്രേഷനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അക്ഷയപാത്രം വെക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനായി ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു അക്ഷയപാത്രം നമ്മൾ വെക്കുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത്. പൂയം നക്ഷത്ര ദിവസം നമ്മൾ അവിടെയാണ് ദീപം കൊളുത്തി വെക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്ത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരമുള്ള വസ്തുക്കളൊന്നും സൂക്ഷിച്ചു വെക്കരുത്. ജലസാന്നിധ്യം വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്നത് വീട്ടിലെ ഐശ്വര്യത്തിന് കാരണമാകും. നീർത്തത്വവും നിലത്തത്വവും ഒന്നിച്ച് ചേർന്ന് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ രൂപം കൊള്ളുന്ന ശക്തി നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാക്കി തന്ന് പോസിറ്റീവ് വൈബ്രേഷൻ കൂട്ടി നമ്മുടെ വീടിനെ നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യമുള്ള മംഗളകരമായ ഗ്രഹമാക്കി മാറ്റിത്തരും. അപ്പം ഈ ഒരു അക്ഷയ പാത്രം വെക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലേസ് വടക്ക് കിഴക്ക് ഭാഗമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെറിയ പീഠമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം വലിയ മേശയോ അതുപോലെ തന്നെ വാർഡ്രോബോ ഒക്കെ അവിടെ വെക്കുന്നതിനെക്കാട്ടിലും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ചെറിയ പീഠമൊക്കെ വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ ഒരുപാട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള കുഞ്ഞു പീഠം വാങ്ങിച്ച് അതിന് മുകളിലായിട്ട് ഈ ഒരു അക്ഷയപാത്രം നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഇനി ചിലപ്പം അവിടെ ഈ വക സാധനങ്ങളൊന്നും വെക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വടക്ക് ഭാഗമാണ്, നോർത്ത് ഭാഗം. ഒന്നെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ, അല്ലെങ്കിൽ വടക്ക് മൂലയിൽ, വടക്ക് ഭാഗത്ത്. അതായത് നമ്മുടെ ഹോളിൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗം. വേറെ ബെഡ്റൂം കിച്ചൺ ഒന്നും ഇവിടെ എടുക്കണ്ട, ഹോളാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഈ രണ്ട് സ്ഥലത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിക്കരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ സ്ഥലം കണ്ടുപിടിക്കണം. വെക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പമൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ പാത്രത്തിന് പ്രത്യേകതകളുണ്ട്, അതും ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, നീരും നിലവും ഒന്നിച്ചു കൂടുന്നതാണ് അക്ഷയപാത്രം. നീരെന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്, ഞാൻ വെക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞുരുളിയിലാണ്, നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഉരുളി. കാരണം ഞാൻ ഇതിനകത്ത് റോസ് വാട്ടർ മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞുരുളി ധാരാളമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് റോസ് വാട്ടർ എന്നും നമുക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ഉരുളി. നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഉരുളിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പറയുണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞു പറ,
ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നീർത്തത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിലത്തത്വം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ ബ്രാസ്, അല്ലെങ്കിൽ കോപ്പർ. ഈ 3 ലോഹത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾക്കിവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നീർത്തത്വവും നിലത്തത്വവും എന്ന് പറയുന്നത്. നിലത്തത്വമാണ് ഈ ഒരു ലോഹങ്ങൾ, അതായത് സിൽവർ, ബ്രാസ്, കോപ്പർ. അപ്പം വുഡ് എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം മെറ്റലിൽ ഒരുപാട് നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. മണ്ണ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ മണ്ണിവിടെ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്നും നമ്മൾ വെള്ളം വെക്കുമ്പം ചിലപ്പം മണ്ണിൻ്റെ പാത്രങ്ങൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ 3 കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ചെറിയ കുടം എടുക്കാം, അതായത് കലശമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുടം മേടിക്കുമല്ലോ. ഞാൻ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതുപോലത്തെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും വലിപ്പമുള്ള കുടമാണെങ്കിലും എടുക്കാം. പക്ഷേ ബ്രാസോ കോപ്പറോ സിൽവറോ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പഞ്ചഭൂത തത്വങ്ങൾ ഉൾക്കൊണ്ട നീറും നിലത്തത്വവും കൂടിയ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ വെക്കുന്ന അക്ഷയപാത്രം. അപ്പം ഈ അക്ഷയ പാത്രത്തിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് വെക്കേണ്ടത്, ഇടേണ്ടത് എന്നുള്ളതാണ് ഞാൻ ദാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഈ കംപ്ലീറ്റ്ലി ഇത് ഒഴിച്ചിരിക്കുന്നത് റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് വലുതാണെന്നുണ്ടെങ്കിൽ നല്ല ജലവും അല്പം റോസ് വാട്ടറും ഇതിനകത്ത് ഒഴിക്കാം. ശേഷം ഏലക്ക എടുക്കുമ്പോൾ അത് മൊത്തത്തിലിടരുത്. അതിനകത്തെ കുരുവുണ്ടല്ലോ, ആ കുരു എടുത്ത് പൊടിച്ചിട്ട് ആ പൊടി ചേർക്കാം. ഞാനിവിടെ ഈ കുരു മുഴുവനായിട്ടാണ് ഇടുന്നത്. ഒരു 3, 5, 7, 9, 11 കുരു വരെ എണ്ണി നമുക്ക് ഇടാം. പിന്നെ വേണ്ടത് വെട്രിവേര്. ഇതായി കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഓൺലൈൻ സൈറ്റ്സിൽ മേടിക്കാൻ കിട്ടും. ഇത് നല്ല സ്മെല്ലാണ്. ഇത് ഒരെണ്ണം എടുത്ത് 3 കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്, കാരണം ഇത് ചെറിയ ഉരുളി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേണ്ടത് പച്ചക്കർപ്പൂരം. ഏറ്റവും സുഗന്ധം ഉള്ള ഒന്നാണ് ഈ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. അപ്പം പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർത്തു. പിന്നെ ഇതാണ് വെള്ളി നാണയം എന്ന് പറയുന്നത്. വെള്ളി എന്ന് പറയുന്നത് ശുക്രൻ്റെ ആധിക്യം കൂടിയ വസ്തുവാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വെള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്ക എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെയും ശുക്രനും വളരെ പ്രിയപ്പെട്ടതാണ് ഏലക്ക, അതുകൊണ്ടാണ് നമ്മളിവിടെ ഏലക്ക എടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് തുളസി ഇലയാണ്. തുളസി ഇല എന്ന് പറയുന്നത് ഭഗവാൻ നാരായണൻ വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ലക്ഷ്മി നാരായണന്മാരെയാണ് അക്ഷയപാത്രം വെച്ച് നമ്മൾ വീട്ടിലോട്ട് ക്ഷണിക്കുന്നത്. ലക്ഷ്മിയുടെയും നാരായണൻ്റെയും ഒരുമിച്ചുള്ള ആ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജിക്കും ധനവരവിനും കാരണമാകും. അപ്പം നമ്മൾ ഇത്രയും വസ്തുക്കൾ ഇതിനകത്തിട്ടു. ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള പൂക്കൾ കൊണ്ട് ഈ ഉരുളി അലങ്കരിക്കാം. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് താമരപ്പൂ, റോസപ്പൂ, മുല്ലപ്പൂ. കാരണം മണം നല്ല രീതിയിൽ അവയ്ക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് നമ്മളത് ഈ പൂക്കൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിന് പറയുന്ന പേര് ധനാകർഷണ വെള്ളമെന്നാണ്. ഇത് നമ്മൾ വീട്ടിലെ വടക്ക് കിഴക്ക് വെക്കുമ്പോൾ സംഭവിക്കുന്നത് നീർഭൂതവും നിലഭൂതവും, അതായത് വെള്ളവും അതുപോലെ തന്നെ ഈ ലോഹങ്ങളെ നമ്മൾ ആകാശ തത്വമായിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു പഞ്ചഭൂതങ്ങളാണ് ഇവിടെ ഉരുത്തിരിയുന്നത്. അപ്പം നീറെന്ന് പറയുന്നതിനെ വെള്ളമായിട്ടും നിലത്തത്വം എന്ന് പറയുന്നതിനെ നമുക്ക് മണ്ണായിട്ടും എടുക്കാവുന്നതാണ്. അപ്പം ഈ 2 ഭൂതങ്ങളും ഒരുപോലെയും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് വെക്കുന്ന ആളുടെ ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ ജാതകത്തിൽ ഈ ഒരു നീർ നില തത്വഭൂതം ഇല്ലാതെ വരുമ്പോഴാണ് ആ വീട്ടിൽ ധനവരവെന്ന് പറയുന്നത് ഉണ്ടാകാതെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു നീർത്തത്വത്തെയും നിലത്തത്വത്തെയും ഒന്നിച്ച് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വെക്കുമ്പോൾ ജാതകത്തിൽ ഇല്ലാത്ത കാര്യം അവിടെ ഉരുത്തിരിഞ്ഞ് ഉണ്ടായി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജാതകത്തിൽ ധനവരവില്ലായ്മ, വരുന്ന ധനം നിലനിൽക്കാതെ വരിക, അങ്ങനെയുള്ള ഒരു യോഗമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നതിലൂടെ ധനവരവ് എന്ന് പറയുന്ന യോഗം
പതിയെ പതിയെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. 1-ാം തീയതി നമ്മളിത് വെക്കുന്നു. അന്ന് മുതൽ വ്യാഴാഴ്ച വരെ അതവിടെ ഇരുന്നോട്ടെ. വെള്ളിയാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റണം. ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലൊഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കളയാൻ പറ്റുന്നത് അവിടെ കളയാം. കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഇത് നിറച്ചു വെക്കാം. അപ്പം അതിനകത്തിട്ടിരിക്കുന്ന വെള്ളി കോയിൻ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെള്ളിക്കോയിൻ ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് വെള്ളിക്കോയിൻ വെക്കണ്ട. നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ 100 രൂപ മുടക്കി ഒരു വെള്ളിക്കോയിന് വാങ്ങിച്ചാൽ മതി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് വെക്കാവുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാത്തവർ, തലേ ദിവസം നോൺ വെജ് കഴിച്ചിട്ട് കിടക്കാത്തവരൊക്കെ കാലും കൈയും മുഖവും കഴുകിയിട്ട് ഇത് വെക്കാം. അങ്ങനെ അല്ല, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുളിച്ചിട്ടേ വെക്കാവുള്ളൂ. ആസ് യൂഷ്വൽ പീരിയഡ് സമയത്ത് നമ്മളിത് വെക്കേണ്ട ആവശ്യമില്ല. ആ 7 ദിവസം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതല്ല വീട്ടിൽ മറ്റാരെങ്കിലും മാറ്റി വെക്കുമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്കിത് മാറ്റി വെപ്പിച്ചാൽ മതിയാവും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കണം. ഇതുമൂലം നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നമ്മുടെ കുടുംബത്തിലുണ്ടാവും. ഇപ്പം മിക്കവരും വീട്ടിലൊക്കെ വലിയ ഉരുളിയിൽ സ്വീകരണ മുറിയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരിക്കും. അത് അവിടെ നിങ്ങൾക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഇത് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ വടക്ക് കിഴക്ക് മൂലയ്ക്കാണ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ലക്ഷ്മി നാരായണന്മാരുടെ ആ ഒരു ശക്തി ഒന്നിച്ച് വൈഭവമായി ഈ ഒരു വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉത്ഭവിച്ച് നമ്മുടെ വീട് മുഴുവൻ വ്യാപിച്ച് ഇത് നമ്മുടെ വീടിൻ്റെ ആ ഒരു തെക്ക് കിഴക്ക് പോയി കുടികൊള്ളും. തെക്ക് കിഴക്കെന്ന് പറയുന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ സ്ഥാനം വരുന്നത് അവിടെയാണ്. അവിടെ പോയി ഇത് നിലനിൽക്കും. ഇത് നമ്മുടെ വീടിനുണ്ടാക്കി തരുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് വളരെ ഓസ്പീഷ്യസ് ആണ്. ഗുരു ചന്ദ്ര മഹാലക്ഷ്മി യോഗം നമുക്കവിടെ ഉണ്ടാകും. ഗുരു എന്ന് പറയുന്നത് നാരായണനാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് അവിടെ വെള്ളി നാണയത്തെ നമ്മൾ ഇട്ടതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നത് ചന്ദ്രയോഗം. ഒപ്പം മഹാലക്ഷ്മി യോഗം, ശുക്രവശ്യം, വ്യാഴവും ശുക്രനും ചന്ദ്രനും ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരിടത്ത് കൂടിച്ചേർന്നാൽ വരുന്നത് അത്ഭുതകരമായ ഫലങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഈ ഒരു അക്ഷയപാത്രം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണ്, വലിയ ഉരുളി മേടിക്കാനില്ലാത്തവർക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞുരുളി വാങ്ങിച്ചാൽ മതിയാവും. ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ സിൽവർ വാങ്ങിക്കാൻ പൈസ ഉള്ളവർക്ക് തീർച്ചയായിട്ടും സിൽവർ മേടിക്കാം. അത് വളരെ ഓസ്പീഷ്യസ് ആണ്. ഞാനിവിടെ ഈ ഒരു കുഞ്ഞുരുളിയിലാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ വലിയ ഉരുളി വെക്കാനുള്ള സ്പേസ് ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വലിയത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് വെള്ളം ഒഴിക്കില്ല. എപ്പോഴും ഞാൻ റോസ് വാട്ടർ മാത്രമേ ഒഴിക്കത്തുള്ളൂ. അപ്പോൾ വലുത് വാങ്ങിച്ചാൽ ഒരുപാട് റോസ് വാട്ടർ വേണ്ടേ, അപ്പോൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. വളരെ ഓസ്പീഷ്യസ് ആയിട്ട് നല്ല രീതിയിലുള്ള ഫലം നമുക്ക് തരും. നിങ്ങളിത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കൂ. അതായത് എല്ലാ ചൊവ്വായും വെള്ളിയും മാറ്റി ഇത് പുതിയത് വെക്കാം. അതുപോലെ പൗർണമി വരുമ്പോഴും ഇത് മാറ്റി പുതിയത് വെക്കാം. മലയാള മാസം 1-ാം തീയതി വരുമ്പോഴും ഇത് മാറ്റി പുതിയത് വെക്കാം. ഇപ്പം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് നമ്മളിത് മാറ്റി വെച്ചു, നാളെ പൗർണമിയാണ്, വീണ്ടും മാറ്റണമോ? തീർച്ചയായിട്ടും മാറ്റണം. കാരണം അതുപോലെയുള്ള ഓസ്പീഷ്യസ് ദിവസങ്ങൾ വരുമ്പം നമ്മളത് മാറ്റി വെക്കുക തന്നെ ചെയ്യണം. അത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ പൗർണമി, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ചകളിൽ, അതുപോലെ മലയാള മാസം 1-ാം തീയതി, വരമഹാലക്ഷ്മി വ്രതം വരുമ്പോൾ, ദീപാവലി വരുമ്പോൾ, വലിയ വിനായക ചതുർത്ഥി വരുമ്പോൾ, മാർഗശീർഷ മാസത്തിലെ ലക്ഷ്മി പൂജ വരുമ്പോൾ, അതായത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ്. ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മളിത് മാറ്റി പുതിയത് വെക്കണം. കാരണം ഞാൻ പറഞ്ഞു, അവിടെ ഉരുത്തിരിയുന്നത് ലക്ഷ്മി നാരായണ യോഗമാണ്. ആ ഒരു യോഗത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഊർജ്ജം, ഒരു പവർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ രീതിയിൽ തന്നെ അതിനെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി ഇതിലെന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് വെച്ചിട്ട് ഇത് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിത്, എല്ലാവരുടെ വീട്ടിലും ഏലയ്ക്ക കാണും, എല്ലാവരുടെ വീട്ടിലും കുറച്ചെങ്കിലും പൂക്കൾ കാണും, തുളസിയില തീർച്ചയായിട്ടും കാണും, വെട്രിവേരും അതുപോലെ തന്നെ വെള്ളിക്കോയിനുമായിരിക്കും എല്ലാവർക്കും ഒരു സംശയം. ഈ വെട്രിവേരൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പൂജാ സ്റ്റോഴ്സിൽ കിട്ടുന്നതാണ്.
അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ടാകാനും ധനവരവുണ്ടാകാനും ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.